നമസ്കാരം. ഒരാൾ ഒരു തെറ്റു ചെയ്യുന്നു, ആ തെറ്റ് തിരുത്തും, ആ തെറ്റിന് പരിഹാരം കാണും എന്ന് അയാൾ തന്നെ പറയുന്നു. എന്നിട്ട് അയാൾ സ്വയം സമ്മതിക്കുന്നു, തെറ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ ആ തെറ്റ് ചെയ്തത് ഞാനല്ല. ഇതിപ്പോൾ പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാനായി CPM-ന്റെ ഒരു സംസ്ഥാന യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ CPM-നുണ്ടായ വീഴ്ചകളൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്. പ്രധാനമായും MP ഗോവിന്ദനും പിണറായി വിജയനും ചെയ്ത വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചകളുടെ ഉത്തരവാദി വിജയനും ഗോവിന്ദനുമല്ല എന്നാണ് അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതിലും ശബരിമല അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതിലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പാർട്ടി നേതാവ് A. പത്മകുമാറിനെതിരെ ആദ്യം നടപടി സ്വീകരിക്കാൻ മടിച്ചതിലും CPM തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഈ യോഗത്തിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും ഇതിൽ ജില്ലാ കമ്മിറ്റിക്കും തീരുമാനം അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റിക്കും വീഴ്ച പറ്റിയെന്നും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന ഈ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കാര്യമെടുത്താൽ അവിടെ ഉത്തരവാദി MP ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളായിരുന്നു. തളിപ്പറമ്പിൽ MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കാനായി വാശി പിടിച്ചതിൻ്റെ പേരിലാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ TK ഗോവിന്ദന് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിമതനായി മത്സരിച്ചു ജയിക്കേണ്ടി വന്നത്. അപ്പോൾ അവിടെ തെറ്റ് MP ഗോവിന്ദൻ്റെ ഭാഗത്തു തന്നെയാണ്. MP ഗോവിന്ദനോട് പലതവണ TK ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ശ്യാമളയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിപ്പിക്കാനായി പറഞ്ഞെങ്കിലും അയാൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇത് എൻ്റെ തെറ്റല്ല എന്നുള്ളതാണ്. ഇനി ആഗോള സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ഒരു കത്ത് വായിച്ചതിനെക്കുറിച്ചാണ്. യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഇവിടെ ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നതായാലും ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു കത്തയച്ചാൽ അത് വായിക്കേണ്ട മാന്യത, അതൊരു മാന്യത മാത്രമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ആകാശം ഇടിഞ്ഞ് വീഴുമെന്നോ അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ ചിതറിപ്പോകുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. അതൊരിക്കലും അങ്ങനെ കരുതാനും കഴിയുന്ന ഒരു കാര്യമല്ല. പിന്നെ പത്മകുമാറിൻ്റെ ഒരു കാര്യം, പത്മകുമാറിനെ ആദ്യം തന്നെ നടപടി എടുക്കേണ്ടതായിരുന്നു അയാൾക്കെതിരെ. കാരണം പത്മകുമാർ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്, എന്നെ ദൈവത്തെ പോലെ കണ്ടിരുന്ന ചിലരാണ് എന്നെ ഇതിലേക്ക് കൊണ്ട് ചാടിച്ചതെന്നൊക്കെ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവം ആരാണെന്നുള്ള കാര്യവും നമുക്കറിയാം. എന്തായാലും പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ല. അദ്ദേഹം ജയിലിൽ പോയി, പിന്നീട് തിരിച്ചു വന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം ഒരു നടപടി എടുത്തത്, ചെറിയ രീതിയിലെങ്കിലും. ആദ്യകാലത്ത് തന്നെ ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ ഒരു ശിക്ഷാ നടപടി എന്ന രീതിയിൽ തരം താഴ്ത്തുകയോ എന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യക്തിപരമായി തനിക്കോ പിണറായി വിജയനോ വീഴ്ചയില്ലെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ ന്യായീകരിച്ചത്. കൂട്ടായ സംവിധാനത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പ്രവർത്തിച്ചത്. തിരിച്ചടി വ്യക്തിയുടെ കുഴപ്പം കൊണ്ട് എന്ന ആഖ്യാനം പാർട്ടി അംഗീകരിക്കുന്നില്ലെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കീഴ്ഘടകങ്ങളിൽ പിണറായി വിജയനും ഗോവിന്ദനുമെതിരെ ഉയർന്ന വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് നേതൃത്വം ഒഴിവാക്കിയെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഗോവിന്ദൻ ന്യായീകരണം. അപ്പോൾ കീഴ്ഘടകങ്ങളിൽ പോലും ഇത്തരത്തിൽ ഗോവിന്ദനും വിജയനുമെതിരെയൊക്കെയുള്ള ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വന്നിരുന്നു. യഥാർത്ഥത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായിരുന്നു. കാരണം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിയുടെയൊക്കെ മൂലകാരണം വിജയനും ഗോവിന്ദനുമാണ്. പക്ഷേ ആ പ്രധാനപ്പെട്ട ഭാഗം മാത്രം മാറ്റിവെച്ചുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാതെ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, പക്ഷേ ആ തെറ്റുപറ്റിയത് ഞങ്ങൾക്കല്ല എന്ന രീതിയിലുള്ള ഒരു ഉളുപ്പില്ലാത്ത ന്യായീകരണമാണ് ഗോവിന്ദൻ നിരത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തെറ്റുതിരുത്താൻ പാർട്ടിക്ക് ഉദ്ദേശമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത്. തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G. സുധാകരനും മത്സരിച്ചത് പാർലമെന്ററി മോഹം കൊണ്ടാണെന്നാണ് ഈ MP ഗോവിന്ദൻ ഉളുപ്പില്ലാതെ തട്ടിവിടുന്നത്. എന്തുകൊണ്ടാണ് അമ്പലപ്പുഴയിൽ G. സുധാകരനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും മത്സരിച്ചത് എന്നുള്ള കാര്യം കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. G. സുധാകരൻ പലതവണ പറഞ്ഞതാണ് തന്നെ പാർട്ടി മനഃപൂർവ്വം അവഗണിക്കുന്നു. ആലപ്പുഴയിലെ പാർട്ടി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് G. സുധാകരൻ. ഒടുവിൽ അദ്ദേഹത്തിന് അവഗണന നേരിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും സുധാകരനെ അനുനയിപ്പിക്കാതെ, അതിനു മുമ്പ് സുധാകരനെ അനുനയിപ്പിച്ചിരുന്നെങ്കിൽ, പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സുധാകരൻ പാർട്ടി വിട്ടു പോകുമായിരുന്നില്ല, വിമതനായി മത്സരിക്കുമായിരുന്നില്ല, ജയിക്കുമായിരുന്നില്ല. അവിടെ പാർട്ടി ടിക്കറ്റിൽ പോലും അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം
പൂർണ്ണമായും അദ്ദേഹം ജയിക്കുമായിരുന്നു. ഇനി തളിപ്പറമ്പിലെ കാര്യമെടുത്താൽ പോലും അവിടെ ടി.കെ. ഗോവിന്ദൻ പാർലമെൻ്ററി മോഹം കൊണ്ടല്ല പോയത്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് മത്സരിക്കണം, എനിക്ക് MLA ആവണം എന്നൊരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ കൈവിട്ട ഒരു കളിയാണ് അവിടെ ടി.കെ. ഗോവിന്ദൻ കളിച്ചത്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രീതിയിലുള്ളതായിരുന്നു ഗോവിന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ആ തെറ്റുകുറ്റങ്ങൾ തിരുത്താൻ പാർട്ടി തയ്യാറല്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പോലും ഈ നിർണായക ഘട്ടത്തിൽ പോലും പാർട്ടി തകർന്നടിഞ്ഞ് തരിപ്പണമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും തെറ്റുകൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇത്തരത്തിൽ എൻ്റെ ഭാര്യയെ അവിടെ മത്സരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, ഒരുപക്ഷെ പാർട്ടി നേതാക്കളാണ് അവിടെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്, ഞാൻ അതിനെ പിന്തുണയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അത് ഞാൻ അന്ന് തടയണമായിരുന്നു എന്നൊരു വാക്ക് MP ഗോവിന്ദന് പറയാമായിരുന്നു. അതുപോലെ പിണറായി വിജയന് പറയാമായിരുന്നു. എൻ്റെ പല നിലപാടുകളും അത് തിരിച്ചടിച്ച ഒരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു എൻ്റെ തെറ്റായി ഏറ്റെടുത്തുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളുന്നു, ഇനി തിരുത്തി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനൊരു അന്തസ് ഉണ്ടാകുമായിരുന്നു. പിന്നെ പിണറായി വിജയനിൽ നിന്നും MP ഗോവിന്ദനിൽ നിന്നുമൊക്കെ അന്തസ്സും മര്യാദയും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും തകർന്നടിച്ച് തരിപ്പണമായി കിടക്കുകയാണ് CPM കേരളത്തിൽ. അപ്പോൾ ഇവരൊക്കെ ഇനി എങ്ങനെയൊക്കെ അതിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയാലും അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ട് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. CPMന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. കാരണം ഇതുപോലെയുള്ള നേതാക്കന്മാർ നേതൃത്വം നൽകുമ്പോൾ അത് ഒരു ഗുണ്ടാ സംഘമായി അധപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ CPMന് ഇനി ഒരിക്കലും ഉയർന്നു വരാൻ കഴിയില്ല. CPMൻ്റെ അവസ്ഥ ബംഗാളിലേത് സമാനമായിരിക്കുന്നു.